സഖാവ് പി ജയരാജൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. സഖാവ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പാർട്ടിക്കകത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് വലിയൊരു ഭക്തസംഘമുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയായിട്ട് പാർട്ടിക്കാരെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തകരെങ്കിലും ആഘോഷിച്ചു. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുമ്പോൾ ആഭ്യന്തരമന്ത്രി ആകേണ്ട ആളാണ് ജയരാജൻ എന്ന് അവർ വിശ്വസിച്ചു. പിണറായിക്ക് ശേഷം കേരള മുഖ്യമന്ത്രി ആകേണ്ട ആളും ജയരാജനാണ് എന്ന് കണ്ണൂരെ അമ്പാടിമുക്ക് സഖാക്കളെങ്കിലും തെറ്റിദ്ധരിച്ചു. അവർ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. പിണറായി വിജയനെ ശ്രീകൃഷ്ണനായിട്ടും നമ്മുടെ പി ജയരാജനെ അർജുനായിട്ടും ചിത്രീകരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളൊക്കെ കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. പിണറായിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് പി ജയരാജൻ എന്ന് ഉത്തരം പറഞ്ഞ കുറേ ആളുകളിലുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് പാട്ടുമൊക്കെ ആളുകളുണ്ടാക്കി പാടാൻ തുടങ്ങി. കണ്ണൂരിൻ ചെന്ത അരകമല്ലോ പി ജയരാജൻ ധീരസഖാവ് എന്ന ഗാനം നിങ്ങൾ കേട്ട് കാണും. അങ്ങനെയൊക്കെ നല്ല പ്രതാപത്തിലിരുന്ന അദ്ദേഹത്തെ കൃത്യം 5 കൊല്ലം മുമ്പ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വടകരയിൽ സ്ഥാനാർത്ഥിയായിട്ട് വിട്ടു. വടകരയിൽ കെ മുരളീധരൻ എതിർ വന്നു നിന്നു. കൂടുതൽ ആൾക്കാരും മുരളീധരന് വോട്ട് ചെയ്തു. അഥവാ മുരളീധരന് കിട്ടിയ അത്ര വോട്ട് പാവം ജയരാജൻ കിട്ടിയില്ല. സഖാവ് തോറ്റുപോയി. അതോടെ സഖാവിൻ്റെ അധോഗതി ആരംഭിച്ചു. ഇദ്ദേഹത്തെ സ്തുതിച്ച് പാട്ടെഴുതുന്നത് വ്യക്തിപൂജയാണ് എന്ന് ചിലർ കുറ്റപ്പെടുത്തി. അതിൽ പ്രധാനപ്പെട്ട ആൾ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സഖാവ് എം വി ഗോവിന്ദനാണ്. വ്യക്തിപൂജ പാടില്ല, അത് ജയരാജ പൂജ ഒട്ടും പാടില്ല എന്ന് പറഞ്ഞു. ജയരാജൻ പറഞ്ഞു, ഈ പാട്ടുണ്ടാക്കിയതിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല, ഞാനല്ല, ഞാൻ വെറും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം മാത്രമേ നടത്തുന്നുള്ളൂ എന്ന്. പക്ഷേ അത് പാർട്ടിയിൽ വിലപ്പോയില്ല. അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ കുറ്റിയടിച്ച് നിർത്തി. പുള്ളിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ന്യായമായ പ്രൊമോഷൻ കിട്ടണമായിരുന്നു, അത് കിട്ടിയില്ല. ആ സ്ഥാനത്തേക്ക് പുത്തലത്ത് ദിനേശനും സ്വരാജും മുഹമ്മദ് റിയാസും ഒക്കെ കയറി വന്നു. പാവം ജയരാജൻ പിന്തള്ളപ്പെട്ടു. അതിലും ഉപരിയായിട്ട് കേരള സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രി ആകാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ആകുമെന്ന് ആരാധകർ ധരിച്ച ജയരാജനെ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ എന്ന സ്ഥാനത്ത് കൊണ്ടുതിരുത്തി. പിന്നെയും അവഹേളിച്ചു. കോൺഗ്രസിൽ നിന്ന് കാലുമാറി വന്ന ശോഭന ജോർജ് ഇരുന്ന സീറ്റാണ്. അവിടെയാണ് ഈ മധ്യാഹ്ന മാർത്താണ്ഡ തുല്യനായ സഖാവ് ജയരാജനെ ഇരുത്തിയത്. മാന്യന്മാരെ അവമാനിക്കാനായിട്ട് ഇങ്ങനെ ചില സ്ഥാനലബ്ധികളും ഉപകരിക്കും എന്ന് ജനങ്ങൾക്ക് അന്ന് മനസ്സിലായി. അങ്ങനെ ശോഭന ജോർജ് ഇരുന്ന കസേരയിൽ ജനിച്ച പിന്നെ ഒരിക്കലും ഖാദി ഉപയോഗിക്കാത്ത ജയരാജൻ ഇരുന്നു എന്നല്ല, അദ്ദേഹം ഇപ്പോഴും ഇരുന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു ദയനീയ അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ്. അപ്പോഴാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ വിധി വന്നിരിക്കുകയാണ്. 1999 തിരുവോണ നാളിൽ ഈ ജയരാജൻ സഖാവിനെ RSSകാരായ ചില കാപാലികന്മാർ വീട്ടിൽ കയറി വെട്ടിയ ഒരു സംഭവം. അതിനെ തുടർന്ന് നാട്ടിൽ വലിയ കലാപമൊക്കെ ഉണ്ടായി, അത് വേറെ കാര്യം. അതിലെ പ്രതികൾ 6 പേരെ കോടതി, തലശ്ശേരി കോടതി ശിക്ഷിച്ചു. ആ 3 പേരെ വെറുതെ വിട്ടു. 2 പേരെ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ മാർക്സിസ്റ്റുകാർ തന്നെ മരണശിക്ഷ അതിനിടയ്ക്ക് നടപ്പാക്കി. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന 6 പ്രതികളുടെ അപ്പീൽ കേരള ഹൈക്കോടതി പരിഗണിച്ചു. അതിൽ ഒരാളെ മാത്രം ശിക്ഷിച്ചു, ബാക്കി 5 പേരെ വെറുതെ വിട്ടു. 10 കൊല്ലം കഠിന തടവും 5 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരുന്നത്. അത് റദ്ദാക്കി എന്ന് മാത്രമല്ല, ഈ 2ാം പ്രതിയെ ശിക്ഷിച്ച ആൾക്ക് ഏതാണ്ട് 1 കൊല്ലം വെറും തടവും ആ ചെറിയ പിഴയുമാക്കി ചുരുക്കി. വെറും തടവെന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഈ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്ന സമയം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ പുറത്തിറങ്ങി പോകേണ്ട സമയമുണ്ടോ, അല്ലെങ്കിൽ 10-15 ദിവസം കൂടി കിടന്നാൽ മതിയോ. പ്രധാനപ്പെട്ട എല്ലാ പ്രതികളും പ്രാന്ത കാര്യവാഹ് അടക്കം കുറ്റവിമുക്തരായി പുഞ്ചിരിച്ചുകൊണ്ട് പ്രതിക്കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് വായിച്ച് ഇത് വിവരം അറിഞ്ഞ് സഖാവ് ജയരാജൻ നിരുദ്ധകണ്ഠനായി. അദ്ദേഹത്തിന് സങ്കടം വന്നു. ഇദ്ദേഹത്തെ പോലൊരു പോരാളിയെ വെട്ടി പീസാക്കിയ ഈ RSS കാപാലികന്മാരെ കേരള ഹൈക്കോടതി യാതൊരു കാര്യഗൗരവവും കൂടാതെ വെറുതെ വിട്ടത് ഒട്ടും ശരിയായില്ല. അതിൻ്റെ പുറത്ത് സർക്കാർ സുപ്രീം കോടതിയിൽ പോകണം എന്ന് ജയരാജൻ പറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, ജയരാജൻ്റെ ശിഷ്യന്മാരാണ് കഴിഞ്ഞ ആഴ്ച കഠിന ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊടി സുനിയും കിർമാണി മനോജും ട്രൗസർ മനോജും മുഹമ്മദ് ഷാഫിയും ഒക്കെ. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം പഠിച്ചവരാണ്. ആ സഖാക്കൾക്ക് നേരത്തെ കൊടുത്ത ശിക്ഷ വർദ്ധിപ്പിച്ച അതേ ഹൈക്കോടതി വേറെ ജഡ്ജിമാരാണെന്ന് മാത്രമേ. അവർക്ക് ഇരട്ട ജീവപര്യന്തവും 20 കൊല്ലത്തേക്ക് പരോൾ കൊടുക്കരുത് എന്നൊക്കെ എഴുതി വെച്ച ഹൈക്കോടതി ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ജീവിതചര്യയാക്കി മാറ്റിയ സഖാവ് ജയരാജനോട് ഇങ്ങനെ ചെയ്തല്ലോ. അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയ ആളുകൾ എന്ത് ചെയ്തു? അവർക്ക് എല്ലാവരും വെറുതെ വിട്ടു. അല്ല, ഒരാൾക്ക് ശിക്ഷ കൊടുത്താണ് ഏറ്റവും ഭയങ്കര. 1 കൊല്ലം വെറും തടവ്. ഇങ്ങനെ വെറും തടവിയാൽ
മര്യാദക്കാരാവുന്നവരാണോ RSSകാർ ഒന്നും അറിയാത്തവരല്ലോ കേരള ഹൈക്കോടതി ജഡ്ജി. മാത്രമല്ല ജസ്റ്റിസ് സോമരാജൻ ആണ് ഇത് ഈ ശിക്ഷ ലഘൂകരിച്ചത്. സോമരാജനെക്കുറിച്ചും ജയരാജന് ചില ആക്ഷേപങ്ങളുണ്ട്, ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ജസ്റ്റിസ് സോമരാജൻ പക്ഷപാതപരമായി പെരുമാറി, അല്ലെങ്കിൽ വേണ്ടത്ര നീതിപൂർവ്വമല്ല പെരുമാറിയത് എന്നും കൂടി ജയരാജന് അഭിപ്രായമുണ്ട്. ജയരാജൻ്റെ അഭിപ്രായം മിക്കവാറും പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചില്ല. ഏതോ ഒരു പത്രത്തിൽ മാത്രമേ ഞാനും വായിച്ചുള്ളൂ. ദേശാഭിമാനി പോലും അത് അവഗണിച്ചു എന്നുള്ളതാണ് എന്നെ വേദനിപ്പിച്ചത്. ഏതായാലും ജയരാജൻ്റെ വേദനയിൽ ഞാൻ പങ്കുചേരുന്നു. അങ്ങനെ വേദനിക്കേണ്ട ഒരാളല്ല ജയരാജൻ. അതേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തേണ്ടതാണ്. ഒരുപാട് ആൾക്കാരുടെ കയ്യ്, കാല്, കഴുത്തൊക്കെ വെട്ടേണ്ടതാണ്. ആ കഴുത്ത് വെട്ട് വ്യവസായം നിർത്തിവെച്ചതിൽ പുള്ളിക്ക് വലിയ ഖേദമുണ്ട്. അതിലും പുറമെയാണ് പുള്ളിയെപ്പോലൊരു വിപ്ലവകാരിയുടെ കൈവെട്ടിയ കേസിലെ പ്രതികളെ ഈ ബൂർഷോ കോടതി വെറുതെ വിട്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബൂർഷോ കോടതി തൊലയട്ടേത് പണ്ട് തൊട്ടേ മുദ്രാവാക്യം വിളിച്ച് പഠിച്ചു പോയത്. അതുകൊണ്ടാണ്. അപ്പോൾ ജയരാജൻ സഖാവിൻ്റെ ദുഃഖത്തിലും വേദനയിലും അദ്ദേഹത്തിൻ്റെ രോഷത്തിലും അമർഷത്തിലും ഞാനും പങ്കുചേരുന്നു. വിപ്ലവം ജയിക്കുക തന്നെ ചെയ്യും. വിപ്ലവം ജയിച്ചു കഴിയുമ്പോൾ കേരള ഹൈക്കോടതി ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഹൈക്കോടതി ഇടിച്ചു നിരത്തി, പണ്ട് സുഗതൻ സാറ് പറഞ്ഞ പോലെ അവിടെ കൊടുത്തു നട്ടുപിടിപ്പിക്കും. ഇൻകുലാബ് സിന്ദാബാദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.